നമസ്കാരം. കേരളം ഉൾപ്പെടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ സുപ്രധാന ജീവൻമരണ പ്രശ്നങ്ങളിലൊന്നിൽ ഇന്ത്യൻ പരമോന്നത നീതിപീഠം ഇടപെട്ടിരിക്കുന്നു. പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് ഉത്തരവിട്ടിരിക്കുകയാണ് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച്. സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ, ആശുപത്രികൾ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നും സ്കൂളുകളിൽ ദിവസേന പരിശോധന വേണമെന്നും നിർദ്ദേശിച്ച കോടതി സർക്കാരുകൾ ഇവ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ചീഫ് സെക്രട്ടറിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിടികൂടുന്ന തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി വന്ധ്യംകരിച്ച് സംരക്ഷിക്കണം. 2030 പേവിഷബാധ മൂലമുള്ള മരണം 0-ലെത്തിക്കുകയെന്ന സുസ്ഥിര വികസന ലക്ഷ്യവുമായി ലോകം മുന്നേറവേ ഇന്ത്യയിൽ ഓരോ വർഷവും നായ്ക്കളുടെ ആക്രമണവും പേവിഷ മരണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. 2024 37 ലക്ഷത്തിലധികം പേർക്ക് തെരുവുനായ ആക്രമണം നേരിടേണ്ടി വന്നെങ്കിൽ ഈ വർഷം ജനുവരിയിൽ മാത്രം 4,29,664 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടെന്നാണ് കേന്ദ്ര മൃഗസംരക്ഷണ മന്ത്രി പാർലമെന്റിൽ വെച്ച കണക്ക് വ്യക്തമാക്കുന്നത്. പേവിഷബാധ മൂലം 2022 21 പേരാണ് മരിച്ചത്. 2023 അത് 50-ഉം കഴിഞ്ഞ വർഷം 54-മായി ഉയർന്നു. നായഭീതിയിൽ കേരളത്തിന്റെ സ്വൈരജീവിതം തന്നെ തകിടം മറിഞ്ഞിട്ടുണ്ട്. ആരാധനാലയങ്ങളിലേക്ക് പോകുന്ന വിശ്വാസികളും ഉപജീവനം തേടി പോകുന്ന തൊഴിലാളികളും കളിയിടങ്ങളിലേക്കും പാഠശാലകളിലേക്കുമുള്ള കുട്ടികളും വാഹനയാത്രക്കാരും പ്രഭാത നടത്തക്കാരുമെല്ലാം പേടിച്ചാണ് പുറത്തിറങ്ങുന്നത്. ഓരോ ദിവസവും ആശുപത്രികളിലെത്തുന്ന വാഹനാപകട കേസുകളിൽ പകുതിയോളവും തെരുവ് നായ്ക്കൾ കുറുകെ ചാടിയത് മൂലവും സംഭവിച്ചവയാണ്. കടിപേടിച്ച് വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിയിരിക്കാമെന്ന് വെച്ചാൽ പോലും രക്ഷ തരാതെ വീട്ടുവളപ്പിൽ കയറി വയോധികരെയും കുഞ്ഞുങ്ങളെയും കടിച്ചുപറിച്ച സംഭവങ്ങളും നിരവധിയാണ്. നാട്ടിൽ വ്യാപകമായിരിക്കുന്ന ഈ നായ വിപത്തിന് ആരാണ് ഉത്തരവാദികൾ? എന്തായാലും സവിശേഷ ബുദ്ധിയില്ലാത്ത ആ സാധുജീവികളല്ല. പുരാതന കാലം മുതൽ തന്നെ മനുഷ്യരുടെ വിശ്വസ്ത സഹചാരികളായ ഈ ജീവിവർഗം കരുണാമയനായ ദൈവത്തിൻ്റെ സൃഷ്ടികളെന്ന ഭൂമിയുടെ അവകാശികളെന്ന നിലയിലും എല്ലാവിധ പരിഗണനകളും അർഹിക്കുന്നുണ്ട്. അപകടങ്ങളിലും മറ്റു ജീവികളുടെ ആക്രമണങ്ങളിലും പെടാതെ സൂക്ഷിക്കുകയും അസുഖബാധയുണ്ടായാൽ ചികിത്സ നൽകുകയും വേണം. എന്നാൽ അതൊന്നും ഉറപ്പാക്കാതെ അവയെ തെരുവിലേക്ക് അലയാനും ഭക്ഷണത്തിനായി കുപ്പത്തൊട്ട് ചെയ്യാനും തള്ളിവിടുന്നതോടെയാണ് കാര്യങ്ങൾ നിയന്ത്രണരഹിതമാവുന്നത്. വിഷയത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് പ്രാദേശിക ഭരണ സംവിധാനങ്ങളോ കൂട്ടായ്മകളോ പരിഹാര മാർഗങ്ങളുമായി ഇറങ്ങിയ ചിലർ മൃഗസ്നേഹികൾ എന്ന കുപ്പായമണിഞ്ഞ് കുറച്ചു ചാടും. തൻ്റെ നേതാക്കൾ മനുഷ്യരെ കൊല്ലാൻ പരസ്യമായി ആഹ്വാനം ചെയ്യുമ്പോഴും അനുയായികൾ അത് ശിരസാവഹിച്ച് അറുകൊലകൾ നടത്തുമ്പോഴും കണ്ണിമ ചിമ്മിക്കൊണ്ട് പോലും അരുതേ എന്ന് പറയാൻ തയ്യാറാവാത്ത ഒരു മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു അവരുടെ നേതാവ്. ഇവരെ പേടിച്ച് സർക്കാരുകൾ പോലും തെരുവുനായ നിയന്ത്രണത്തിന് ആവശ്യമായ പ്രായോഗിക നടപടികൾ മുന്നോട്ട് വെക്കാറില്ല. നായയിൽ നിന്ന് രക്ഷ തേടി ജനത്തിന് പരമോന്നത കോടതിയിൽ അഭയം തേടേണ്ടി വന്നതിൽ നിന്ന് തന്നെ വിഷയത്തിന്റെ ഗുരുതരാവസ്ഥ വ്യക്തമാണ്. തെരുവ് നായ്ക്കളെ മാത്രമല്ല, കന്നുകാലികൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ പ്രധാന പാതകളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടി കൈക്കൊള്ളാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേക പട്രോളിംഗ് നടത്തണം. വിവിധ അങ്ങാടികളിൽ അലഞ്ഞു നടക്കുന്ന പശുക്കളും മറ്റും പലപ്പോഴും വാഹനാപകടങ്ങൾക്ക് കാരണമാവാറുണ്ട്. അവയൊന്നിന്റെ ദേഹത്ത് അബദ്ധത്തിലൊരു വാഹനം മുട്ടിയാൽ അത് കലാപത്തിന് വരെ കാരണമാവും. പശു സംരക്ഷണത്തിന് പ്രത്യേക നിയമങ്ങളുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ കേസും ഉറപ്പാണ്. മനുഷ്യരുടെയും മറ്റു ജീവജാലങ്ങളുടെയും സന്തോഷകരമായ ജീവിതം ഉറപ്പുവരുത്തുമ്പോഴാണ് പ്രകൃതിയുടെ താളക്രമം കൃത്യമാവുക. അത് തെറ്റുന്നത് കൊണ്ട് നേട്ടമുള്ള സംഘങ്ങളാണ് തെരുവുനായ പ്രശ്നം എന്നും പരിഹാരമില്ലാതെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നത്. അവർ ഇനിയും അടങ്ങിയിരിക്കുമെന്ന് കരുതാനാവില്ല. എന്തായാലും നായ്ക്കളെ കാണുമ്പോൾ അറപ്പോടെയും ഭീതിയോടെയും ഓടി മാറേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടാൻ സുപ്രീം കോടതി നിർദ്ദേശം പാലിച്ചുള്ള നടപടികൾ വഴി സാധിക്കുമെന്ന് പ്രത്യാശിക്കാം.